പറയുമ്പോ അത് മാത്രമല്ല, ലോകം അംഗീകരിച്ച നേതാവാണ് കാന്തപുരം ഉസ്താദും മർക്കസുമെന്ന് തിരിച്ചറിയാൻ ഈ വാക്കുകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കേരള യാത്രയുടെ സ്വീകരണ ചടങ്ങിൽ നിന്ന് തന്നെ ഒന്നുകൂടി പല പ്രത്യേകതകൾ കൊണ്ടും പുതുമ കൊണ്ടും കേരളീയ സമൂഹത്തിന്റെ തിരുവേദികളിലൂടെ കടന്നുപോയ ജാഥകളിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുന്ന ഒരു ജാഥയായി കാന്തപുരം ഉസ്താദിന്റെ ഈ ജാഥ മാറി എന്നതാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഥയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത് ജാഥയുടെ സന്ദേശമാണ്. ജാഥയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് ജാഥ നയിക്കുന്ന നേതൃത്വത്തിന്റെ സവിശേഷതയാണ്. ഇത് രണ്ടും ഇവിടെ പ്രധാനമർഹിക്കുന്നു. ഈ ജാഥയ്ക്കൊരു സന്ദേശമുണ്ട്. ഈ ജാഥയുടെ സന്ദേശം മാനവികതയുടെ സന്ദേശമാണ്. ഈ ജാഥയുടെ നായകൻ ബഹുമാന്യനായ AP ഉസ്താദാണ്. ഉസ്താദ് ചില പേരുകൾ ചില ആളുകളിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് മാത്രമായി അത് മാറുന്നു. നമുക്കറിയാം, ലീഡർ എന്ന പദം ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും അത് ഉപയോഗിക്കാം. പക്ഷെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കുന്ന ഒരേ ഒരു ലീഡർ ഉണ്ടായിരുന്നു. അത് ശ്രീ K കരുണാകരനായിരുന്നു. ഉസ്താദുമാർ പലരും ഉണ്ടാകും. പക്ഷെ കേരള സമൂഹം അറിയപ്പെടുന്നത്, ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ കേരള സമൂഹം അറിയപ്പെടുന്നത് ശ്രീ AP ഉസ്താദിനെയാണ് എന്ന കാര്യത്തിൽ അത് ഞങ്ങൾ പറയുകയല്ലോ, നമ്മളാരും വിശദീകരിക്കല്ല. ഉസ്താദ് എന്ന് പറഞ്ഞാൽ തന്നെ അതാരാ? അത് AP ഉസ്താദാണ്. ഭരണരംഗത്തുള്ളവർ, പ്രതിപക്ഷ രംഗത്തുള്ളവർ, ഞാൻ പറയുന്നത് വ്യത്യാസമില്ലാതെ എല്ലാവരും, എല്ലാ മതക്കാരും നമ്മളാ ഫാദറിനെ കൂടി കൊണ്ടുവന്നാൽ അത് പൂർത്തിയായി. നിങ്ങൾ നോക്ക്, ഏതൊക്കെ രംഗങ്ങളിൽ എവിടെയൊക്കെ നിങ്ങൾ പരിശോധിച്ചോ, മർക്കസിനെ സംബന്ധിച്ച് ഇയാൾ പറയുന്നത്, ഇയാൾ കുറെ മുമ്പ് താമരശ്ശേരിക്കടുത്ത് ജോലി ചെയ്തിരുന്നത്ര ഈ ഫാദർ. അയാൾ കേരള യാത്രയുടെ സ്വീകരണ ചടങ്ങിൽ പറഞ്ഞതാ, അന്ന് മുതൽ തന്നെ എനിക്ക് മർക്കസിനെ അറിയാം, AP ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ അറിയാം. പറയുന്നത് നമ്മളല്ല, സർവ്വമതത്തിൽപ്പെട്ട ആളുകളും സർവ്വരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും. അതും കൂടി നിങ്ങൾ കേട്ടോളൂ. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അതിൻ്റെ ആരംഭം കുറിക്കുന്നത് കോഴിക്കോട്ട് അടുത്തുള്ള താമരശ്ശേരിയിലാണ്. പലപ്പോഴും ശ്രീ അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന സ്ഥാപനങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ വളരെ അതിശയത്തോടെ 1970കളുടെ അവസാനത്തിൽ ഞാൻ നോക്കിക്കണ്ടിട്ടുണ്ട്. നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് മതപഠന ശാലകളും അതുപോലെ പ്രത്യേകിച്ച് അനാഥ ബാലിക ബാലന്മാർക്കുള്ള ഭവനങ്ങൾ. ആ രീതിയിൽ അദ്ദേഹം അനാഥരുടെ പിതാവ് എന്നറിയപ്പെടത്തക്കവണ്ണം ഈ സമൂഹത്തിലെ ഏറ്റവും ചെറിയവര്, മാർജിനിലേക്ക് തള്ളപ്പെട്ടവരെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ശ്രീ കാന്തപുരം മുസ്ലിയാരുടെ ഒരു വലിയ മഹത്വമായിട്ട് ഞാൻ കാണുന്നത്. അദ്ദേഹം കാണുന്ന ഏറ്റവും വലിയ മഹത്വം അതാണ്. അയാൾ കണ്ണുകള് അനാഥരുടെ പിതാവ് അബുല്ലൈതാം, അത് പറയാൻ ഇയാൾക്ക് മനസ്സിലായി. നിങ്ങൾ നോക്ക്, ആർക്കാണിത് തിരിയാത്തത്, ആർക്കാണിത് മനസ്സിലാകാത്തത്, ഉൾക്കൊള്ളാൻ കഴിയാത്തവരായ ആരെയും നമുക്കറിയില്ല. നമ്മളെ ചെമ്മാട് ചെയ്യാൻ എടുത്തപ്പോ അവിടെ നമ്മൾ അറിയപ്പെട്ട ഒരു കവി രാവണപ്രഭു, അദ്ദേഹം കേരള യാത്രയുടെ സ്വീകരണത്തിന് വന്നത് കാന്തപുരം ഉസ്താദിനെ കുറിച്ചുള്ള കവിതയുമായിട്ടാണ്. എന്നിട്ട് പിന്നെ അയാൾ മർക്കസിൽ വന്നു, രാവണപ്രഭു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, അന്ന് ഞങ്ങളെ കുറിച്ച് ഒരു കവിതയാണ് ഉണ്ടാക്കിയിരുന്നത്, ഇനി ഞാൻ നിങ്ങളെ സംബന്ധിച്ച് ഒരു കവിതാ സമാഹാരം തന്നെ രചിക്കാണ്. ഇനിയിപ്പോ നമ്മളെ അസൂയാട്ടിരിക്കാറുണ്ട്, നമ്മളെ കുറിച്ച് രചിക്കണില്ല. അതേപോലെ ആകാൻ നോക്കാന്നല്ലാതെ, അല്ലെങ്കിൽ ഉസ്താദിന്റെ അനുയായി നോക്കാന്നല്ലാതെ, മർക്കസിന്റെ പ്രചരണത്തിൽ സജീവമാകാന്നല്ലാതെ നമുക്ക് എന്താ വേറെ ചെയ്യാനുണ്ടോ? അതും കൂടി നിങ്ങളെ കൽപ്പിക്കാൻ പോവാണ്. ചമ്മാട്ടം ബഹുമാനപ്പെട്ട സാദാത്ത് മാലിമ്യങ്ങളൊക്കെ മുന്നിൽ നിർത്തിയിട്ട് അദ്ദേഹം AP ഉസ്താദിനെ കുറിച്ച് പാടിയ വരികൾ, അദ്ദേഹം സ്വന്തം രചിച്ച കാന്തപുരം എന്ന കവിതയിൽ നിന്ന് അദ്ദേഹം തന്നെ നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തിയിട്ട് പാടിയ വരികൾ രാവണപ്രഭു തന്നെ പാടുന്നു എന്ന് കേട്ടോളൂ. ചമ്മാട്ട് സ്വീകരണത്തിൽ കൃത്യമായി പറയുകയാണ്, ഈ യാത്രയോടുകൂടി കേരളത്തിലെ ഒരു വലിയ മാറ്റം വരും. കാന്തപുരം എന്നാണ് കവിതയുടെ പേര്. ഉണരുന്ന തേജസ്സാണ്, ഉണർവിന്റെ സ്രോതസ്സാണ് അവിടുന്നു ഞങ്ങൾക്ക് എന്നെന്നും. വകതിരിവിന്റെ യഥാർത്ഥ പര്യായവും പരമാർത്ഥത്തിന്റെ നിറവും
സുമനസാമങ്ങയെ പോലെ മികവുറ്റോർ ധരണിയിൽ ഇന്ന് വിരളം. എല്ലാ മതക്കാരെയും ഭവാൻ സോദരാതുല്യരായി കാണുക മൂലം കാന്താപുരമെന്ന 4 അക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി. ഇവിടെ വരുന്നവരെ അപ്പോ അത് രാവണപ്രഭുവിന്റെ വരികളാണ്, ഞങ്ങളാരും രചിച്ചതല്ല. പഠിക്കണം സഹോദരന്മാരെ. ഇതൊക്കെ കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത അതിന്റെ ആസിലൊക്കെ ഉള്ളത് കുത്തുബുല്ലാലമിന്റെ പൊരുത്തം, ഓക്കെ ഉസ്താദിന്റെ പൊരുത്തം, ചാപ്പനങ്ങാടി പാപ്പ മുസ്ലിയാരുടെ, ആലുവായി അബൂബക്കർ മുസ്ലിയാരുടെ, കുണ്ടൂർ ഉസ്താദിന്റെ, ഈ പറഞ്ഞ മഹാരഥന്മാരുടെ, അതുപോലെ താജുൽ ഉലമയുടെ, സയ്യിദ് യൂസുഫുൽ ജിലാനിയുടെ, സുലൈമാൻ ഉസ്താദിന്റെ, ഇവരുടെ എല്ലാം സാന്നിധ്യം ഇത് തന്നെയാണ്. ഇനി ഞാൻ ഒറ്റ വാക്കും കൂടി പറയാം. തങ്ങൾ പാപ്പാനെ ഇരുത്തി കൂടുതൽ ഞാൻ പറയുന്നില്ല, ഒറ്റ വാക്കുകൂടി പറയട്ടെ. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഈ അത് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഏതൊക്കെ സംസ്ഥാനം പറഞ്ഞാലും അവിടെയൊക്കെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കാന്തപുരം ഉസ്താദിന് കഴിഞ്ഞു. ഡൽഹിയിൽ ഉസ്താദിന് സ്ഥാപനമുണ്ട്, ഗുജറാത്തിലുണ്ട്, ഹരിയാനയിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്, കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾ പറഞ്ഞാലും അവിടെയൊക്കെ കേന്ദ്രങ്ങൾ. ഒറ്റ നോക്കങ്ങൾ, നമുക്കൊക്കെ കടന്നു ചെല്ലാൻ പേടിയല്ലേ? കാശ്മീരിന്റെ നഗരവീഥികളിൽ ചെന്ന് അവിടെയുള്ള ആളുകളോട് നല്ല ഉറുദുവിൽ പ്രസംഗിക്കുകയാണ്. ഗൾഫിലെത്തിയാൽ നല്ല അറബിയിൽ പ്രസംഗിക്കും. കണ്ടോ? ആരോടും. എടുത്തു ഉസ്താദിന്റെ ഇംഗ്ലീഷിലുള്ള പുസ്തകമാണ് പുറത്തിറങ്ങിയത്. നിങ്ങൾ അറിയണം, ഇത് അള്ളാഹു നൽകുന്ന ഒരു ഫദ്ലാണ്. ഇതിപ്പോ എവിടത്തെ സദസ്സാ? ഇത് അങ്ങ് കാശ്മീരിൽ ഒരു കാശ്മീർ യാത്ര നടത്തിയിരുന്നു എ പി ഉസ്താദ്. കേരള യാത്രയല്ല, കാശ്മീർ യാത്ര. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവിടെ ചെന്ന് ഉസ്താദ് പ്രസംഗിക്കുന്ന പ്രസംഗം ഒന്ന് കേട്ടോളൂ. പട്ടാളക്കാരുടെ പോലും അകമ്പടിയോടെ അവിടെ പ്രഭാഷണം നടത്തുകയാണ്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. इस्लाम का इरशाद नहीं है। इस्लाम तो मुसलमान को पढ़ाता है, आप मुसलमान बन जाओ, आप इस्लाम अच्छी तरह पढ़ाओ, लेकिन दूसरे मजहब वालों से अच्छा ताल्लुकात रखो। यही इस्लाम का इरशाद है। ये मुस्लिमिस्ट नोट टेररिस्ट उधर लिखा हुआ है। ये टेररिस्ट इज नोट ए मुस्लिम, उधर हमारे सामने लिखा हुआ है। तो टेररिज्म मुसलमान से बहुत दूर है। കാശ്മീരിന്റെ നഗരവീഥികളിൽ ചെന്ന് മുസ്ലിം തീവ്രവാദിയല്ലെന്ന് പറയാൻ ധൈര്യം കാണിച്ച പണ്ഡിതനാരാന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് കാന്തപുരം ഉസ്താദ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ആ യാത്രയും കൂടെ ഒന്ന് കണ്ടോളൂ. നിങ്ങൾ കേരളത്തിലൂടെ യാത്ര ചെയ്ത് നിങ്ങൾക്ക് കാണിക്കണം. നിങ്ങൾ എല്ലാവരും കണ്ടതാ കാശ്മീരിന്റെ സുന്ദരമായ ഭൂമികയിലൂടെയുള്ള ഉസ്താദിന്റെ ഓട്ടം. പട്ടാളക്കാർ തോക്കും പിടിച്ച് പിന്നാലെ അകമ്പടിയോടുകൂടി കാശ്മീരിൽ പാവപ്പെട്ട ആളുകൾ അവിടെ ചെന്നിറങ്ങുമ്പോ മാലയിടാനും സ്വീകരിക്കാനും ഇവിടെയും ആളുകൾ അങ്ങാടിയിൽ കൂടിയിരിക്കുകയാണ്. ഷെയ്ഖ് സാബ് എന്ന് വിളിച്ച് അവരാവേശത്തോടെ പറയുകയാണ്, തക്ബീർ ചൊല്ലുകയാണ്. സഹോദരന്മാരെ, കേരളക്കാരനായ ഒരു പണ്ഡിതൻ മർക്കസ് എന്ന ആശയവുമായി, അതാണ് മർക്കസ് ഒരു പ്രസ്ഥാനമാണെന്ന് നമ്മൾ പറഞ്ഞത്. അതൊരു ഒരു പ്രസ്ഥാനമാണ്, വെറും ഒരു സ്ഥാപനമല്ല. പരന്നു കിടക്കുകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സ്റ്റേറ്റുകളിലും. ഒന്ന് കണ്ടോളൂ കാശ്മീരിലൂടെ ഉസ്താദിന്റെ യാത്ര. സുരങ്കോട്ട് പട്ടണത്തിൽ നടന്ന സ്വീകരണത്തിൽ നിന്ന്
2 मिनट സമാധാനമില്ലാതെ ഓടിപ്പാഞ്ഞു നടക്കുന്ന പാവപ്പെട്ട കാശ്മീരികൾക്ക് അവരുടെ മനസ്സിലേക്ക് ശാന്തിയുടെ മഴ പെയ്തതുപോലെ അവർക്ക് തോന്നുകയാണ്. കാന്തപുരം ഉസ്താദിൽ അവർ കണ്ടെത്തുകയാണ്. അതുകൊണ്ടല്ലേ നോക്ക്, കാശ്മീരിലെ കുട്ടികളെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഓർഡർ പ്രകാരം ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന നേതാവാരാ? അതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. ഇനി നമ്മളെ പശ്ചിമ ബംഗാളിൽ ഉസ്താദ് നടത്തുന്ന സേവനം കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതുങ്ങൾ നേരം വെളുക്കോളം ഇരുന്നാൽ അത്രയും കാണിക്കാൻ നമ്മുടെ കയ്യിലുണ്ട്. കാരണം ഇതുണ്ടോ പറഞ്ഞാൽ അവസാനിക്കുന്നു. വെറുതെയാണോ നമ്മുടെ സാദാത്യങ്ങളും നമ്മുടെ ആലിമീങ്ങളും ഈ പവർ പറയുന്നത്? സഹോദരന്മാരെ, പശ്ചിമ ബംഗാളിൽ അവിടെ പോയി സ്ഥാപനമുണ്ടാക്കി പാവപ്പെട്ട ആളുകൾ ബംഗാൾ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയാൻ എല്ലാവർക്കുമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ബംഗാളിൽ പോയി സ്ഥാപനമുണ്ടാക്കാൻ ആർക്കാണ് കഴിഞ്ഞത്? നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അതുകൂടി ഞാൻ കാണിക്കാം. ഒന്ന് നോക്ക്. പശ്ചിമ ബംഗാളിലെ ഉസ്താദിന്റെ പരിപാടികളിൽ ഒന്ന്. മർക്കസ് അവർക്കുത്തരം നൽകി. ഷേഖ് സാബ് അവരുടെ വിമോചകനായി. നഷ്ടപ്രതാപത്തെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളിൽ ഷേഖ് സാബിനെ അവർ മുന്നിൽ പ്രതിഷ്ഠിച്ചു. ജീവിതത്തിന്റെ നാനാ തുറകളിലും ഷേഖ് സാബും അനുചരന്മാരും അവരോടൊപ്പം ഇറങ്ങി നടന്നു. നോക്കൂ നിങ്ങൾ, അതിപ്പോ പശ്ചിമ ബംഗാളും ഡൽഹിയിലും ഏതൊക്കെ സംസ്ഥാനം അവിടെയൊക്കെ ഞാൻ കാണിക്കും. ഒറ്റ നൂടി ലാസ്റ്റ് കാണിക്കും. ഇടയ്ക്ക് നിങ്ങൾ അന്താരാഷ്ട്ര രംഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നമുക്കറിയാം. ഈജിപ്തിൽ നബിദിന സമ്മേളനം നടക്കുമ്പോൾ ആരാ അതിഥി? എപി ഉസ്താദാണ്. യുഎഇയിൽ നടക്കുമ്പോ നേരത്തെ തോയിൽ സഖാഫി ഉസ്താദ് ഇവിടെ പറഞ്ഞു, രാജാവിന്റെ അതിഥിയായി അവിടെ ആരാ എത്തുന്നത്? എപി ഉസ്താദാണ്. ഇനി അമേരിക്കയിൽ ഒരു സമ്മേളനം നടക്കുന്നു, അവിടെയും എത്തേണ്ടത് എപി ഉസ്താദാണ്. ഈ അടുത്ത് ആഫ്രിക്കയിൽ സമ്മേളനം നടന്നപ്പോൾ അവിടെ എത്തിയതും എപി ഉസ്താദാണ്. എവിടെയൊക്കെയുണ്ടോ, എങ്ങനെയൊക്കെ പദ്ധതികൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഉസ്താദ് അറിയുകയാണ്. യുഎഇയിലെ ഒരു സദസ്സ് കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നു. നിങ്ങൾ ശരിക്കും ചിന്തിച്ചോ, മഹാനായ അബ്ബാസ് മാലിക്കിയുണ്ട്, ബഹുമാനപ്പെട്ട ഡോക്ടർ അഹമ്മദ് ഖസ്റജിയുണ്ട്, അതുപോലെയുള്ള സർവമഹാന്മാരുമുണ്ട്. യുഎഇയിലെ ഖസ്റജിയുടെ വീട്ടിലുള്ള വിശാലമായ മൗലിദിന്റെ ഒരു സദസ്സ് കൂടി നിങ്ങൾ കണ്ടോളൂ സഹോദരന്മാരെ. എപി ഉസ്താദിനെ അറിയാത്ത, ഉലമയെ കുറിച്ച് മനസ്സിലാക്കാത്ത ഒരാളെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ സദസ്സ് കൂടി നിങ്ങൾ കാണുക. سيدي أحمد الدكتور إلى هنا شيخ أبو بكر تفضل. ومن كل قطر يأتي ليكسو فضيلة الدكتور الشيخ راشد. الشيخ أبو بكر تفضل. من ابن الشيخ الفاتح السيد أنس. تفضل سيد أنس، تفضل يا سيدي. هنا تفضلوا، افتحوا. وهذه نعم يعني هذه كسوة، ما هي كسوة، هذه بردة من رسول الله صلى الله عليه وسلم. وسوف نعم هذه من رسول الله ومن مكة ومن أرض الحجاز، فإن شاء الله نبارك. ولكن حينما يلبسها نكبر، لأنهم إن شاء الله المحبين يكبرون الله على كل شرف، وهذا هو الشرف وهذا هو العيد. الله أكبر، كبروا. الله أكبر، الله أكبر، أكبر، الله أكبر. مولاي صل وسلم دائما على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث العميم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا نفس
കേരളത്തിൽ ജീവിച്ച ഒരു പണ്ഡിതന് അല്ലാഹു നൽകിയ വലിയ ഇസ്സത്ത്. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ പറഞ്ഞത്. മുനാഫിക്കുകൾ പറയുന്നത് ലഇർ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അസ്സു മിൻഹൽ അദൽ. പാവപ്പെട്ട ആളുകളെ, ഒന്നിനും കഴിവില്ലാത്തവരെ ഞങ്ങൾ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മുനാഫിക്കുകൾ. പക്ഷേ അല്ലാഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, വലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അതേ സഹോദരന്മാരെ, അല്ലാഹുവാണ് അഭിമാനം, അല്ലാഹുവിനാണ് ഇസ്സത്ത്, വലിറസൂലിഹി അല്ലാഹുവിന്റെ റസൂലിനാണ്, വലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്കാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. മുനാഫിക്കുകൾ അതറിയണമെന്നില്ല, കപട വിശ്വാസികൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച ഇൻഷാ അല്ലാഹ് കുണ്ടൂർ ഉസ്താദിന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, സ്വർഗത്തിലും നമ്മളെ കൈപിടിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് മഹാനായ ഖമറുൽ ഉലമയാണ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ്, യൂസുഫുൽ ബുഖാരി തങ്ങളാണ്, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദാണ്, ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി എഴുന്നേൽക്കുക ഇൻഷാ അല്ലാഹ്. നമുക്കൊരൽപ്പം സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യാം. മർക്കസിന്റെ സമ്മേളനം മറക്കണ്ട, അതിന്റെ പ്രവർത്തനമാണ് എല്ലാ സെക്കൻഡിലും നമ്മുടെ ചിന്തയിൽ വേണ്ടത്. അതിന്റെ ശേഷം SSFന്റെ സമ്മേളനം ഏപ്രിൽ നടക്കുന്നു, അതും വിജയിപ്പിക്കേണ്ടത് നമ്മളാണ്. അതുപോലെ തന്നെ കുണ്ടൂർ ഉസ്താദിന്റെ ആണ്ട് നടക്കുന്നു, എല്ലാം നമ്മൾ വിജയിപ്പിക്കണം സഹോദരന്മാരെ. ഇൻഷാ അല്ലാഹ് നമ്മൾ സിറാത്ത് പാലത്തിന്റെ സമീപത്തെത്തുന്ന സമയം ഒരാളും നമ്മളെ സംരക്ഷിക്കാനുണ്ടാവുകയില്ല, ആരും നമ്മളെ സംരക്ഷിക്കുകയില്ല. ഒരു ഉമ്മക്കും ബാപ്പാക്കും ഒന്നും ആരെയും ഓർമ്മ ഉണ്ടാവില്ല. ബാപ്പക്ക് മകനെ ഓർമ്മയില്ല, മകന് ഉപ്പയെ ഓർമ്മയില്ല, ഭാര്യക്ക് ഭർത്താവിനെ ഓർമ്മയില്ല, ആരെ കുറിച്ചും ആർക്കും ചിന്തയില്ലാത്ത സമയത്ത് ഒരു നേതാവതാ സിറാത്ത് പാലത്തിന്റെ സമീപത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കാൽ ആ പാലത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ അതാ അവിടുന്ന് പറയുന്നു, റബ്ബി സല്ലിം റബ്ബി സല്ലിം, അല്ലാഹുവേ ഇവനെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ ഇവനെ രക്ഷപ്പെടുത്തണേ. ആരായി പറയുന്നത്? ലോകത്ത് തുല്യതയില്ലാത്ത നേതാവ്. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങളെ ഉമ്മക്ക് പോലും ഞങ്ങളെ ഉപ്പക്ക് പോലും ഞങ്ങളെ അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അത്രയും കൂടുതൽ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് മാത്രമേ നമ്മളെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കുക, അവിടുത്തെ അഹ്ലു ബൈത്തിനെ ഇഷ്ടം വെക്കുക. അല്ലാഹു അതുപകേടായി നമ്മിൽ നിന്ന് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ.